എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ഒരു 3-4 ദിവസം മുന്നേ ആണെന്ന് തോന്നുന്നു സജന ഫിറോസ് എന്നേ എന്റെ വായി വരുള്ളൂ. സജന 100 നമ്മുടെ സോഷ്യൽ മീഡിയ ഇങ്ങനെ നിറഞ്ഞു നിന്നിരുന്നു. എങ്ങനെയാന്ന് വെച്ചാൽ ഒരു നല്ല യെല്ലോ കളർ സാരിയും പർപ്പിൾ കളർ ബ്ലൗസും ഒക്കെ ഇട്ട് അവരെല്ലാം ഏകദേശം ഒരേ വേഷത്തിലൊക്കെ വന്ന് നല്ലൊരു ഭംഗിയുണ്ട്. പിന്നെ സജനയ്ക്ക് ഭംഗിയുണ്ടെന്നുള്ളത് ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല. അതാണ് സജനയുടെ വീക്ക് പോയിന്റ് തന്നെ. എല്ലാവരും ഇങ്ങനെ പുകഴ്ത്താനുണ്ടാവും. ആ പുകഴ്ത്തുന്നതിനെ എല്ലാം വിശ്വസിച്ച് അങ്ങനെയൊക്കെ പോകുന്ന പുള്ളിക്കാരത്തി കുറച്ചൊക്കെ ഒരു ബുദ്ധി ഇല്ലാത്ത പോലത്തെ പെരുമാറ്റം പെരുമാറുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. ചില സമയത്ത് അതിബുദ്ധിയായിട്ടും തോന്നിയിട്ടുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ എന്താണേലും നല്ല ഭംഗിയായിട്ടൊക്കെ വന്ന് തണൽ പുരസ്കാരം വാങ്ങാനെന്നാ പറഞ്ഞു, എന്തോ ഒരു അവാർഡ് വാങ്ങാൻ വന്നാണ്. മുകേഷും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇങ്ങനെ കണ്ടുപോയതല്ലാതെ എടുത്തൊരു വീഡിയോ ചെയ്യാൻ മാത്രം അതിൻ്റെ അകത്തൊരു കണ്ടന്റ് ഉള്ളതായിട്ട് തോന്നിയില്ല. പുള്ളിക്കാരത്തെ ഇടയ്ക്ക് കണ്ണൊക്കെ ഇങ്ങനെ എന്തോ പൊടി വന്ന് തുടയ്ക്കുമ്പോഴൊക്കെ പറയുന്നുണ്ട്, ഓ ഇനി ആ സജന കരഞ്ഞു എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വീഡിയോ ഇടുമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വീഡിയോ ഇടാൻ മാത്രമുള്ളത് തോന്നില്ല. പക്ഷെ ഇന്ന് രാവിലെ ഞാൻ കൈസിന്റെ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് അതിൻ്റെ അകത്ത് വീഡിയോ ഇടാൻ മാത്രമുള്ള ഒരു സംഭവമുണ്ട്. റസൂൽ പൂക്കുട്ടി സജനയെ കൊണ്ട് ഇങ്ങനെ ചതിച്ചും വഞ്ചിച്ചും ഇഷ്ടം പോലെ പരിപാടി ചെയ്തു വെച്ചിട്ടുണ്ട്. അത് നമ്മളിങ്ങോട്ട് കണ്ടുപോകുന്ന ഒരു പരമ്പരയായിട്ട് തന്നെ. പക്ഷെ അതിന്റെ ഇടയിൽ കൂടെ സീക്രട്ട് ഏജന്റ് ഒക്കെ വീഡിയോ, സീക്രട്ട് ഏജന്റ് വളരെ കാര്യമായിട്ട് ചെയ്ത ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അൻവർ എന്ന് പറയുന്ന ഒരു മലപ്പുറംകാരന്റെ കയ്യിൽ നിന്ന് ഇവർ ഈ BMW എന്ന് പറയുന്ന കാറ് പ്രിയതമ്മയ്ക്ക് സമ്മാനമായിട്ട് റസൂൽ പൂക്കുട്ടി വാങ്ങിക്കൊടുക്കുന്നു. പക്ഷെ അദ്ദേഹം റസൂൽ പൂക്കുട്ടിക്ക് പണത്തിന്റെ കുറവൊന്നും ഉള്ളതായിട്ട് നമുക്കറിയില്ല. എന്നിട്ടും ആ പണം മൊത്തം ആ പയ്യന് കൊടുത്തിട്ടില്ല. ആരാണോ അൻവർ എന്ന് പറയുന്നത്, ആർക്കാണേലും ഒരു സെക്കൻഡ് ഹാൻഡ് കാറാണ്, റീയൂസ്ഡ്. അപ്പൊ ആ കാറിന്റെ വില നിശ്ചയിച്ച് പറഞ്ഞ് അവര് കൊടുത്തു വാങ്ങിക്കഴിയുമ്പോ എന്താണെങ്കിലും ആ വില കംപ്ലീറ്റ് കൊടുക്കാതെ ഇവര് റസൂൽ പൂക്കുട്ടിയൊക്കെ ആയതുകൊണ്ടായിരിക്കും കാറ് കൊടുത്തു വിടുന്നത്. ഒരു കാരണവശാലും അങ്ങനെയൊന്നും ആരും കൊടുക്കാറില്ല. സെക്കൻഡ് ഹാൻഡ് കാറ് മേടിക്കുവാണെങ്കിലും മൊത്തം കാശ് എണ്ണി കൊടുക്കാതെ പറ്റിയല്ലോ. എണ്ണിക്കൊടുത്ത് അവരുടെ പേരിൽ നിന്ന് RC ബുക്കൊക്കെ ഇവരുടെ പേരിലേക്ക് ആക്കി അങ്ങനെയൊക്കെയാണ് കാണുന്നത്. പക്ഷെ ഇത് ഇവരൊക്കെ സമൂഹത്തിലെ ഉന്നതന്മാരായോണ്ടായിരിക്കാം അവര് കാറ് കൊടുത്തു വിട്ടു. കാർ ഇവരുടെ ഫ്ളാറ്റിൽ കൊണ്ടിട്ടതിന് ശേഷം 1.5 ലക്ഷം രൂപയും കൂടെ കൊടുക്കാനുണ്ടായിരുന്നു. അത് ഇവര് കൊടുത്തില്ല. കൊടുക്കാതെ വന്ന് ചോദിച്ചു മടുത്തു കഴിഞ്ഞപ്പം അൻവർ ആ കാറ് ഫ്ളാറ്റിൽ നിന്ന് അങ്ങ് എടുത്തോണ്ട് പോയി. അതിപ്പോ നമ്മളിപ്പോ ഒരു ഫൈനാൻസ്, ബജാജിന്റെ ഒക്കെ ഫൈനാൻസിൽ വണ്ടി വാങ്ങുകയാണേലും അവര് വന്ന് വണ്ടി എടുത്തോണ്ട് പോകും. അങ്ങനെ തന്നെ കരുതിയാൽ മതി. അപ്പൊ ഇവരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യും. എന്തായാലും ഇവർക്ക് പ്രതികാര നടപടിയാണ് അപ്പൊ തന്നെ തോന്നുക. മനസ്സ് അത്ര നല്ലതല്ല, അതേ പറയാനുള്ളൂ. മനസ്സ് നല്ലതാണെ അങ്ങനെയൊന്നും ചെയ്യാൻ തോന്നുകയില്ല. അവൻ ആ 1.5 ലക്ഷം രൂപ കൊടുത്തേച്ച് വണ്ടി മേടിക്കും. പിന്നെ അവനെ ഇട്ട് ഇത്ര വലിപ്പിക്കത്തുമില്ല. ഈ BMW എന്നൊക്കെ പറഞ്ഞാൽ നിസ്സാര കാറല്ലല്ലോ, അത് നിങ്ങൾക്കറിയാമല്ലോ. അപ്പൊ എന്നിട്ട് ആ കാറിന്റെ വില വെച്ച് നോക്കുമ്പോ ഈ 1.5 ലക്ഷം രൂപ എന്തുവാ, ഒന്നുമല്ല. അത് കൊടുക്കാതെ അയാൾ ചിലപ്പോൾ കൊടുക്കാൻ താല്പര്യമില്ലായിരിക്കും, അത്രയും വിലയില്ല എന്നൊക്കെ തോന്നിയിട്ട് എന്തോ കൊടുക്കാതെ ചുമ്മാ വലിപ്പിക്കുന്നതായിരിക്കും. എന്താണേലും അൻവർ കാർ എടുത്തോണ്ട് പോയപ്പം അൻവറിന്റെ പേരിൽ ഇവര് കള്ളക്കേസ് കൊടുത്തു. അതിന്റെ അകത്ത് കിലോ കണക്കിന് സ്വർണം ഉണ്ടായിരുന്ന എന്തൊക്കെയോ പറഞ്ഞ്, സ്വർണം മാല വള ഒക്കെ ഉണ്ടെന്നും പറഞ്ഞ് കേസ് കൊടുത്തു. ഇവരുടെ സ്വാധീനം വെച്ച്, റസൂൽ പൂക്കുട്ടിയെ സ്വാധീനം വെച്ച് ആ ആളെ ജയിലിൽ കയറ്റുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പൊ അതിന് ശക്തമായിട്ട് അതിനെതിരെ പോകുന്നു പറഞ്ഞ് സീക്രട്ട് ഏജന്റ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല അന്തസ്സോടെ ഉള്ളതാണ്, കാരണം പുള്ളിയുടെ നാട്ടുകാരനാണ്. അതിന്റെ ആ കേസ് വിടില്ല എന്നും പറഞ്ഞ് സീക്രട്ട് ഏജന്റ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നലെ ഈ അവാർഡ് വാങ്ങാൻ വേണ്ടി BMW-ലാണ് വന്നത്. ആര് വന്നത്? മറ്റേ നമ്മുടെ സജന വന്നെ. സജന അപ്പം ഈ കാറ് ഇതെല്ലാം കളിയാക്കി ചോദിക്കുന്ന ഒരു മീഡിയ ചോദിച്ചെന്നുള്ള കമന്റ് ഞാൻ കണ്ടായിരുന്നു. ഇനി അടുത്ത ഏത് വണ്ടിയാ വാങ്ങുന്നേ എന്നൊക്കെ ചോദിച്ചു. അത് അവന്മാര് കളിയാക്കി ചോദിച്ചതാണ് എന്നാണ് കമന്റ്. അവർക്കത് മനസ്സിലായില്ല എന്നുള്ളത്. പിന്നെ ഞാൻ ഇച്ചിരി വലുതായതുകൊണ്ട് എനിക്ക് വലിയ വണ്ടിയാ ഇഷ്ടം എന്നൊക്കെ ഇങ്ങനെ സജന ഇരുന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ പറഞ്ഞ ഈ വീഡിയോയുടെ താഴെയല്ല അൻവറും അൻവറിന്റെ സുഹൃത്തുക്കളും ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഒത്തിരി കമന്റ് ഉണ്ട്. അപ്പൊ അവരുടെ സുഹൃത്തുക്കൾ തന്നെയായിരിക്കും. കമന്റ് ഇട്ട് വെച്ചിട്ടുണ്ട്, എനിക്ക് തരാനുള്ള ബാക്കി പൈസ താ, എന്റെ പേരിലാണല്ലോ ഇപ്പോഴും വണ്ടി കിടക്കുന്നത്. നിങ്ങൾക്ക് പെട്രോൾ അടിക്കാനുള്ള കാശുണ്ടേ, അത് നേരെ BMW-നൊക്കെ പെട്രോൾ അടിച്ച ഇച്ചിരിയേ ഓടുള്ളൂ. അപ്പൊ അതടിക്കാനുള്ള കാശുണ്ടേ എന്റെ ഈ 1.5 ലക്ഷം മടക്കി തരാമല്ലോ എന്നുള്ള രീതി അൻവർ എല്ലാ വീഡിയോയ്ക്കും, ഞാൻ എടുത്തു നോക്കിയപ്പോ എല്ലാ വീഡിയോയ്ക്കും കമന്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. അതേപോലെ വേറൊരു ഐഡിയ നിന്നും വരുന്നുണ്ട്. 9.5 മാസമായിട്ട് ഇതുവരെ നിങ്ങളുടെ പേരിലേക്ക് വണ്ടി ആയിട്ടില്ല. അപ്പൊ നിങ്ങൾ ഇത് എന്തുകൊണ്ട് കാശ് തരുന്നില്ല? ആ കാശ് തന്നിട്ട് വാചകടിക്ക് നിങ്ങളുടെ പേരിലോട്ട് വണ്ടി ആക്ക് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കമന്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ആ വണ്ടിയായിരിക്കുന്ന എടുക്കുന്നതും പറയുന്നതും ഒക്കെ ഒന്ന് കേൾക്കണ്ടേ. ഒരു മോഡൽ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്.
എനിക്ക് വലിയ വണ്ടി, കാരണം ഞാൻ ഇച്ചിരി സൈസ് ഉള്ളതുകൊണ്ട് എനിക്ക് വലിയ വണ്ടി വേണമെന്ന് ആഗ്രഹമായിരുന്നു. മാഷാഅല്ലാ. എനിക്ക് BMW ഭയങ്കര ഇഷ്ടമാണ്. BMW എന്ന ബ്രാൻഡ് നെക്സ്റ്റ് സഡാനിലും ഒരു മോഡൽ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. എനിക്ക് വലിയ വണ്ടി, കാരണം ഞാൻ ഇച്ചിരി സൈസ് ഉള്ളതുകൊണ്ട് എനിക്ക് വലിയ വണ്ടി വേണമെന്ന് ആഗ്രഹമായിരുന്നു. അന്ന് ചെയ്തയാടാ, വേറെ മാറ്റിയിട്ടൊന്നുമില്ല. അപ്പൊ ഓക്കെ, എല്ലാവർക്കും ബൈ. താങ്ക് യു സോ മച്ച് കേട്ടോ. ലവ് യു. മൈലേജ് ഒക്കെ എത്രയുണ്ട്? നല്ല മൈലേജ് ഉണ്ട്. ഡീസൽ അല്ലേടാ. ഓക്കെ ബൈ. അപ്പൊ ഈ കാറെ കയറിയെന്ന് ഞെളിഞ്ഞിരുന്ന് ഇങ്ങനെയെല്ലാം സംസാരിക്കുമ്പോൾ അൻവർ ഇപ്പുറത്ത് വന്ന് കമന്റ് ഇട്ട് വെച്ചിരിക്കുന്നത്, എനിക്ക് തരാനുള്ള കാശ് എപ്പോഴാ തന്നെ, നിങ്ങൾക്ക് പെട്രോൾ അടിക്കാൻ കാശുണ്ടല്ലോ, അത് എന്റെ കാശ് ഇങ്ങോട്ട് താ എന്നും പറഞ്ഞ് അൻവർ ചെയ്തിട്ടുണ്ട്. ആ പയ്യൻ ഇന്ന് വരെ ആരും അയാളുടെ ഒരു ഭാഗത്ത് ഒരു ചതിയുണ്ടെന്നോ ഒന്നും പറഞ്ഞില്ല. ഇവരാണ് അങ്ങോട്ട് ചതിച്ചത്. സത്യം പറഞ്ഞാൽ മറു സൈഡ് നോക്കുമ്പോൾ ഇവർക്കൊന്നും ഈ ചതിക്കേണ്ട ആവശ്യമില്ല. 1.5 ലക്ഷം രൂപയ്ക്ക് സാധാരണക്കാരന്റെ ഒരു 5 രൂപയുടെ വില പോലും ഇവർക്ക് കാണുകയില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ഇവരൊക്കെ ഈ 1.5 ലക്ഷം രൂപയ്ക്ക് എന്തിനാണ് മറ്റുള്ളവരെ ചതിക്കുന്നത്? ഏതായാലും ആ ചതി ചെയ്ത് ആ പയ്യനെ പിടിച്ച്, ആരെയാണോ, പയ്യനാണോ പ്രായമുള്ള ആളാണോന്ന് എനിക്കറിയില്ല, ആരെയാണേലും പിടിച്ച് ജയിലിലൊക്കെ അടയ്ക്കുകയും പോലീസും കേസും എല്ലാം ആക്കുകയും മോഷണക്കുറ്റം ചുമത്തി കൊടുക്കുകയും അവരുടെ നാട്ടിലൊക്കെ നാണം കെടില്ലേ മോഷണക്കുറ്റമൊക്കെ പറയുമ്പോൾ, അങ്ങനെയൊക്കെ പറഞ്ഞ് അപമാനിച്ചു. ആ അപമാനങ്ങൾ മുഴുവൻ റസൂൽ പൂക്കുട്ടിക്കും സജനയ്ക്കും ശരിക്കും പറഞ്ഞാൽ കുറച്ചു നാൾ മുന്നേ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. കാരണം സോഷ്യൽ മീഡിയ കിടന്നങ്ങ് ചീഞ്ഞു നാറി. ഓരോ വീഡിയോയുടെ തമ്പനയിൽ നിങ്ങൾ ഓർക്കുന്നില്ലേ? റസൂൽ പൂക്കുട്ടി എന്ന് പറഞ്ഞ വ്യക്തിയെ എത്രയോ ബഹുമാനത്തോടുകൂടി കണ്ടിരുന്ന ജനങ്ങളാണെന്ന് ഓർക്കണം. ഓസ്കാർ ജേതാവെന്ന് പറയുമ്പോൾ നമുക്കൊരു അഭിമാനം. നമ്മളിപ്പം നമ്മുടെ സ്വകാര്യം അഹങ്കാരമാണ് യേശുദാസ് എന്ന് പറയുന്ന പോലെയൊക്കെ തന്നെയാണ് നമുക്ക് മലയാളികൾക്ക് ഒരു സ്വകാര്യ അഹങ്കാരമാണ് ഓസ്കാർ എന്നൊക്കെ പറയുമ്പോൾ. അത് കിട്ടിയ ആ ഒരു അദ്ദേഹത്തോട് നമ്മൾ നമ്മൾ പോലും അറിയാതെ കൊടുക്കുന്ന ഒരു റെസ്പെക്ട് ഉണ്ട്. ആ ഒരു വിഗ്രഹമാണ് അങ്ങോട്ട് ഉടഞ്ഞു വീണ. ഇവർ ഈ ചെയ്തതിന്റെ ശാപമായിരിക്കും ഇവർക്ക് ഈ കിട്ടിയത്. പിന്നെ ഇപ്പൊ സജ്ജനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മുഖത്തിനും ശരീരത്തിനും ഒക്കെ നല്ല ഭംഗിയുള്ള ഒരു കുട്ടി, പക്ഷെ ആ ഒരു ഭംഗി മനസ്സിന് കിട്ടിയിട്ടില്ല. പലർക്കും അങ്ങനെ സംഭവിക്കാറുണ്ട്. പുറമേ കാണുന്നതായിരിക്കില്ല അകമ്മ എന്ന് പറയുന്നത്. അകമ്മ വളരെ ചീഞ്ഞളിഞ്ഞിരിക്കുക. അത് ഞാൻ പറയുന്ന വ്യക്തി ഹത്യോ അല്ലെ പുള്ളിക്കാരത്തിയോട് എനിക്ക് ദേഷ്യം ഉണ്ടായിട്ടില്ല. ഒരേ ഒരു പോയിന്റ് വെച്ചാണ് ഞാനത് പറയുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ റസൂൽ പൂക്കുട്ടിയുടെ വൈഫിന് എന്തോ അസുഖമായിട്ട് കിടക്കുകയാണെന്ന് പറയുന്നുണ്ട്. അപ്പം ആ കിടക്കുന്ന ഈ സമയത്ത് തന്നെ സജന ഈ പ്രഗ്നന്റ് ആയെന്നും എന്നെ സ്വീകരിക്കണമെന്നും എല്ലാം പറഞ്ഞ് റസൂൽ പൂക്കുട്ടിയെ വരച്ച വരെ നിർത്താൻ വേണ്ടി വന്ന് ലൈവ് ഇടുക, അത് പറയുക, പിന്നെ മുക്കുക, എന്താണ് സോഷ്യൽ മീഡിയ അത് ചർച്ചയാക്കുക എല്ലാം ചെയ്തപ്പോൾ ആ സ്ത്രീയുടെ മനസ്സ്, അതാണ് ഞാൻ കാണുന്നത്. കാരണം അവരുടെ ഭർത്താവിനെ വെച്ചുകൊണ്ട് വില പേശുന്നു. ഇവരെ അവിടെ എന്തോ പോലെ അവരെ അങ്ങ് ഒഴിവാക്കിയിട്ട് അവരൊരു അധികപ്പറ്റാക്കി മാറ്റുക ചെയ്യുന്നത്. അവരാണല്ലോ നിയമപ്രകാരം അദ്ദേഹം കല്യാണം കഴിച്ചു കൊണ്ടുവന്നത്. അവസാനം എത്തുമ്പോൾ ഇവരുടെ എല്ലാം വിലപേശൽ അവരൊരു സൈഡായിട്ട് അങ്ങ് ഒതുങ്ങിപ്പോയിട്ട് അവരൊരു ആവശ്യ സാധനമല്ല, ഒരു അനാവശ്യ സാധനം പോലെ, ഒരു വിലപേശൽ പോലെ, ഒരു അധികപ്പറ്റ് പോലെ, എന്തൊക്കെ പറയണമെന്ന് എനിക്കറിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് അവരെ നീക്കി. എന്നിട്ട് അവര് പാനിക് അറ്റാക്ക് വരെ അവർക്ക് വന്നു. അവരവരുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് പറഞ്ഞെന്ന് നോക്കിയാ പറയുന്നത്. ആ അവസ്ഥയെ കൊണ്ടെത്തിച്ച് സജനയല്ലേ. സജനയുടെ മനസ്സപ്പൊ ക്രൂരമാണ്. എനിക്ക് അങ്ങനെയാ പറയാൻ പറ്റുള്ളൂ. അത് സജന സ്ത്രീയാണ്. ഇപ്പൊ ചോരയും നീരും ഉള്ള ഒരു പ്രായമാണ്, നല്ലൊരു പ്രായമാണ്. ഈ പ്രായമൊക്കെ നമ്മൾ ഇടയ്ക്ക് കണ്ണാടി നോക്കുന്നത് നല്ലതാണ്. ഒരു 1-2 വർഷമൊക്കെ കഴിയുമ്പോൾ നമുക്ക് പ്രായത്തിൻ്റെതായ ചില സിംറ്റം വരും. അത് നമുക്ക് കാണാൻ പറ്റും, ഓരോ നോക്കാൻ പറ്റും, ചുളിവുകൾ വീഴുന്നതും അതും ഇതും ഒക്കെ ആയിട്ട്. അപ്പൊ എല്ലാവരെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെയുണ്ട്. നമുക്കറിയത്തില്ലേ, ചില ചെറുപ്പക്കാരാന്ന് പറഞ്ഞ് 10-25 വയസ്സുള്ളവരാണെങ്കിൽ ചില ആമ്പിള്ളാരും പെമ്പിള്ളാരും ഒക്കെ 25-26 വയസ്സുള്ളവരും ഒരു 10-40 വയസ്സുള്ളവരെ കണ്ട അപ്പഴേ ആന്റി, അച്ചാന്ന്, അപ്പച്ചാന്നൊക്കെ പറഞ്ഞ് വിളിക്കും. ഈ പിള്ളേരെന്താ ഇങ്ങനെ ചെയ്യുന്നത്? എന്നാ വയസ്സിന്റെ ഗ്യാപ്പുണ്ട്. അപ്പൊ ഉടനെ തന്നെ അവർ ആ സ്റ്റേജിലോട്ട് എത്തുക. എന്നാലും അവരുടെ മനസ്സിൽ അവരൊന്നും ഇങ്ങനെ തന്നെ ഇരിക്കുമെന്നുള്ള ഒരു ഭാവമോ എന്തോ ചെറുപ്പമാണെന്നോ അങ്ങനത്തെ ചില പിള്ളേർക്കൊക്കെ അങ്ങനത്തെ വിചാരം. അതേപോലെ തന്നെ സജനയ്ക്ക് ഒരിക്കലും പ്രായമാവില്ല, അല്ലെ അങ്ങനെ ഒന്നും ഒരു ആപത്തും വരില്ല, എന്നും ഇതേപോലെ ഇങ്ങനെ വടിവത്ത ശരീരമൊക്കെ ആയിട്ട് ഇങ്ങനെ തന്നെ ഇരിക്കും എന്നുള്ള ഒരു വിചാരത്തിലേക്ക്. അങ്ങനെ ഇരിക്കുന്നതിൽ ഒരു കാര്യമില്ല. അതൊക്കെ ഒരു അഹങ്കാരം എന്നേ പറയാൻ പറ്റുള്ളൂ. ആ സ്ത്രീയോട് കൊടുക്കേണ്ട ഒരു കരുണയുണ്ടായിരുന്നു. ആ കരുണ കാണിക്കണമായിരുന്നു. ഇനി പ്രണയിച്ച് മറ്റൊരാളുടെ ഭർത്താവിനെ സ്വന്താക്കാൻ പോയാലും
പോയത് ഒരു പക്ഷെ അയാളുടെ കയ്യിലെ ഒരു കുറ്റം കൊണ്ടും ആവാം, അതുകൊണ്ടാണ് ഞാൻ ആ വാചകം അങ്ങനെ പറഞ്ഞു വിട്ടത്. പക്ഷെ ആ സ്ത്രീയെയും കൂടെ ഒന്ന് മൈൻഡ് ചെയ്യണമായിരുന്നു, അത് ചെയ്തില്ല. ഇനിയിപ്പം ഇവര് ചോദിക്കുന്നുണ്ട് മീഡിയക്കാർ, ഇത്ര അറ്റാക്ക് വന്നപ്പോൾ എങ്ങനെ പിടിച്ചു നിന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് കേൾക്കേണ്ട മറുപടിയാണ് സജനയുടെ. സജന ഇഷ്ടംപോലെ ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഉണ്ടായിരിക്കാം. ഈ ഇഷ്ടപ്പെടുന്നവരോട് ഒരു ചോദ്യം ചോദിക്കാനുള്ള, അപ്പൊ ആ മറ്റേ റസൂൽ പൂക്കിട്ട ഭാര്യയുടെ അവസ്ഥ എന്താണ് നിങ്ങൾ കാണാത്ത? അത്രയും ക്രൂരമായ ഒരു കാര്യമല്ലേ സജന ചെയ്തത്? അതിനെ കുറെ നെഗറ്റീവുകളൊക്കെ ഈ അടുത്തായിട്ട് വന്നിരുന്നല്ലോ, അതിനെയൊക്കെ മാറ്റി കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് അന്നത്തെ ഈ ഒരു അവസ്ഥയും ഇപ്പോഴത്തെ അവസ്ഥയും തമ്മിലുള്ള ഡിഫറൻസ് എന്തെങ്കിലും ഫീൽ ചെയ്യുന്നു? എന്റെ കൂടെ നിന്ന കുറച്ച് നല്ല ആൾക്കാരുണ്ട്, അതുകൊണ്ട് ഇപ്പൊ തന്നെ ഉണ്ടല്ലേ അമ്മമാര്, അങ്ങനെ കുറേ നല്ല ആൾക്കാരുണ്ട്. അവരുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഈ നിമിഷം ഇങ്ങനെ നിൽക്കുന്നത്. ഭയങ്കര സപ്പോർട്ടാണ്. എന്നെ മനസ്സിലാക്കുന്ന, എന്നെ അറിയാവുന്നവർക്ക് എല്ലാവർക്കും എന്നെ അറിയാം. അത് തന്നെയാണ് ഞാൻ ഇന്ന് ഇങ്ങനെ നിൽക്കാൻ കാരണം. ആ ഒരു സമയത്തുണ്ടായ സൈബർ ബുള്ളിങ് ഒക്കെ ഭയങ്കരമായിട്ടുണ്ട്. അഫ്കോഴ്സ് അതല്ല, ഒരു നെഗറ്റീവ് കമന്റ് ചെറുത് വരുമ്പോ തന്നെ നമുക്കത് സഹിക്കാൻ പറ്റത്തില്ല. അപ്പം ഉറപ്പായിട്ടും ഞാനത് ഭയങ്കര ഒരു, ഇവരെല്ലാം സത്യം പറഞ്ഞ ഇവരെല്ലാരും ആയിരുന്നു എന്റെ കൂടെ. തീർച്ചയായിട്ടും അത് അറിയാവുന്നവർക്ക് അറിയാമല്ലോ, കാരണം എന്താണെന്നുള്ളത്. പക്ഷെ വന്നു, എല്ലാം അനുഭവിക്കണമല്ലോ. ഞാൻ അതിനകത്തൊന്നും ഇങ്ങനെ ഉയർത്തെഴുന്നേച്ചു. പക്ഷെ കൂടെ നിന്ന പലരും ഒരു പോയിന്റിൽ കൈവിട്ടിരുന്നല്ലോ. അർഹതയില്ലാത്ത ആൾക്കാർ കൂടെ നിൽക്കാതിരിക്കുന്നതന്നെ നല്ലത്. അത് ദൈവമായിട്ട് ചിലപ്പോൾ അവരെ അകത്തിയതായിരിക്കും. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. നല്ല ആൾക്കാർ ഇപ്പോഴും കൂടെ ഉണ്ട്. ആവശ്യമില്ലാത്ത ആൾക്കാരെ ദൈവമായിട്ട് എടുത്തു കളഞ്ഞു. വലിയ വെല്ലുവിളികളൊക്കെ ആയിരുന്നു ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്നു സജനയ്ക്ക് നേരെ. വിളിക്കട്ടെ എനിക്ക് തോന്നുന്നു നല്ലതാന്ന് തോന്നുന്നു. നെഗറ്റീവ് പബ്ലിസിറ്റി കുറച്ച് നല്ല പബ്ലിസിറ്റി ആയിരിക്കും. അതെ അതെ, എന്നെ അറിയാത്ത ആൾക്കാർ പറഞ്ഞു തുടങ്ങി. പക്ഷെ അവരെല്ലാരും ഓടി വന്നിട്ട്, അത് ഒരിക്കലും എനിക്കതാണ് ഏറ്റവും വലിയ സന്തോഷം. എല്ലാരും വന്നിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ട്, മോളെ അങ്ങനെയല്ല, ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, ഞങ്ങൾ ഇങ്ങനെയാണെന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ. ഇഷ്ടപ്പെടുന്നവരോട് എന്താ പറയാനുള്ളത്? അയ്യോ, ഞാനത് പറഞ്ഞ അവരുടെ ആ ഒരു പ്രോത്സാഹനം, ആ ഒരു നമ്മൾക്കുള്ളൊരു സ്നേഹവുമാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇപ്പം ഇത്രയും സ്ട്രോങ് ആയിട്ട് വരുന്നത്. ചിലര് പറയും ഇത്രയും വീണിട്ടും ഞാനിങ്ങനെ നിൽക്കാൻ കാരണം അവരുടെ സ്നേഹം തന്നെയാണ്. ഇതിനകത്ത് ഒരു കൂട്ടം ആൾക്കാരെ നെഗറ്റീവ് ആണെങ്കിൽ ഒരു കൂട്ടം അതിന്റെ ഇരട്ടി നല്ല ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഞാനിങ്ങനെ നിൽക്കുന്നത്. സജ്ജനയുടെ പറച്ചിലേട്ട ഒരു ചെറിയ എന്തെങ്കിലും ഒരു കാര്യം സോഷ്യൽ മീഡിയ വന്നാൽ, നെഗറ്റീവ് കമന്റ് വന്നാലും അത്രമേൽ വിഷമമാണ് എന്നൊക്കെ പറയുന്നു. പക്ഷെ അപ്പോഴും നിങ്ങൾ ഓർക്കണം, ഈ ലൈവ് എല്ലാം കൊണ്ടിടുകയും ഈ വീഡിയോ കൊണ്ടിടുകയും ഒക്കെ ചെയ്ത സജ്ജന തന്നെയാണ്. അത്രമേൽ വിഷമമുള്ള ഒരു ഇതൊന്നും സോഷ്യൽ മീഡിയ കൊണ്ടിടുകയാണ്. അപ്പൊ റസൂൽ പൂക്കുട്ടിയെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയാണേലും കൊണ്ടിട്ടത് സജ്ജന തന്നെയാണ്. പിന്നെ ഈ പറയുന്ന പോലെ ആരാണാവോ ഇത്രയധികം സപ്പോർട്ട്? അന്ന് ആ വിഷയങ്ങളൊക്കെ ഉണ്ടായപ്പോ സോഷ്യൽ മീഡിയയിൽ സജ്ജനയെ ഒരേ ഒരു വട്ടേ ഞാനും എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അതായത് ഫിറോസിന് വേറെ ശ്രീവിഷയം ഉണ്ടെന്നും ഒത്തിരി അനുഭവിച്ചു എന്നെല്ലാം പറഞ്ഞ് ഒരു ദിവസം കരഞ്ഞു കൂവി 2-3 വീഡിയോ അടുപ്പിച്ചങ്ങ് ചെയ്തു. അപ്പൊ അതിൻ്റെ അകത്ത് കേട്ടപ്പോഴത്തേന് ആ കല്യാണം കഴിച്ചപ്പോൾ തൊട്ട് തന്നെയുള്ള ഫിറോസിന്റെ ഉപദ്രവം എന്നൊക്കെ പറഞ്ഞ് ഒരു പെണ്ണിരുന്ന് കരഞ്ഞു പറഞ്ഞപ്പോൾ നമുക്ക് ഫിറോസിനോട് ഒരു ദേഷ്യം തോന്നി. അതെല്ലാം വിശ്വസിച്ചു. പിന്നീട് ഇങ്ങോട്ട് കഥകൾ തുടരെ വന്നപ്പം റസൂൽ പൂക്കുട്ടി ആര്, സജന ആര്, ഫിറോസ് ആര് എന്നൊക്കെ ഉള്ളത് വ്യക്തമായി. ഈ പറയുന്ന പോലെ ആര് സപ്പോർട്ട് ചെയ്യുന്ന അറിയുന്നില്ല. ഇനി കുറച്ച് പേര് ചിലപ്പോൾ കാണാമായിരിക്കാം, ഇവരുടെ അടുത്ത ഫ്രണ്ട്സ് ഒക്കെ ആകുമ്പോഴത്തേന് കാണാമായിരിക്കാം സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ എന്നാലും ടോട്ടലി അവസാനിക്കുമ്പോൾ പറയാൻ നല്ല തൊലിക്കട്ടിയാണ് സജനയ്ക്ക്, അല്ലാതെ വേറൊന്നുമല്ല. ദൈവം രക്ഷിച്ചു. അതുപോലെ തന്നെ ഞാൻ കമന്റ് ബോക്സിൽ കണ്ട് എല്ലാ കൊള്ളതാഴിയും ചെയ്തിട്ട് മുഴുവൻ നേരം മാഷാള്ള ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നല്ലോ. കമന്റ് ബോക്സ് നിങ്ങളെടുത്ത് നോക്കി ഇൻസ്റ്റയിൽ ഇത് തന്നെ ആൾക്കാരും കമന്റ് ഇട്ടിരിക്കുന്നത്. എല്ലാം ചെയ്ത് ഒരാളെ പറ്റിച്ച് അയാളുടെ കാറും സ്വന്തമാക്കി അയാളെ കൊണ്ട് ജയിലിൽ അടച്ച് മറ്റൊരു സ്ത്രീയുടെ ജീവിതം തട്ടിപ്പറപ്പിച്ച് എല്ലാം ചെയ്ത് വെച്ചിട്ട് മാഷാള്ള ഇത് തന്നെ മുഴുവൻ നേരം പറഞ്ഞുകൊണ്ടിരിക്കുക. ദൈവം ഇതെല്ലാം കേൾക്കുന്നുണ്ടാവാം. എന്താണെങ്കിലും തൊലിക്കെട്ടി ഭയങ്കരമാണ്, സമ്മതിച്ചേ പറ്റുള്ളൂ. അത്ര ഇതാണ് ഉയർത്തെഴുന്നേറ്റ് വരിക എന്ന് പറഞ്ഞാൽ. ഇത്രയും നെഗറ്റീവ് ഉണ്ടായാലും, കാരണം ഫിറോസ് വേറൊരു പയ്യന്റെ കൂടെ ഒളിച്ചോടി പോവുകയും അവിടുന്ന് ഫിറോസിനെ അയച്ചത് എല്ലാം ഫിറോസ് പുറത്തിട്ടാണ്. അപ്പോഴൊക്കെ കാണുന്നവരുടെ കൂടെ സജന പോകുന്നുള്ള രീതി കിട്ടിയിട്ട് സജന തന്നെ വന്നിട്ട് വേറൊരു ഇന്റർവ്യൂല് അതൊക്കെയുള്ള ഞാൻ ഫിറോസിനെ വാശിക്ക് ചെയ്താ എന്ന് വരെ പറഞ്ഞു. അപ്പൊ അവിടെ സജനയുടെ ആ ഇമേജ് എത്ര കോട്ടം തട്ടുന്നൊന്നും മനസ്സിലാക്കുന്നില്ല. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.